ഹായ് ഗൈസ്, നമ്മൾ ഒരു എൻഗേജ്മെൻറ്റിന് പോകാൻ തുടങ്ങാം. ഇപ്പം സമയം 7:24. ശരിക്കും 7 മണിക്കത്തെ എൻഗേജ്മെൻ്റ് ആണ്. ജെഫിൻ സാർ പോണ്ടേ? ലേസ് കിട്ടുന്നേ ഉള്ളോ? എത്ര മണിക്കാ ഉറപ്പ്? 7 മണിക്ക്. ഇപ്പൊ സമയം എന്തായി? ആൻസി എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കേറ്ററിംഗുകാർ തൂത്തുടച്ച് പോവായിരിക്കും. എന്നാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എന്തായാലും പോയിട്ട് വരാം ഗൈസ്. ഹായ്, ഹലോ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊരു എൻഗേജ്മെൻറ്റിന് പോവുകയാണ്. 7 മണിക്കത്തെ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ട്. ആൻസി സാറ ആൻഡ് ആകാശ് ഇവരുടെ എൻഗേജ്മെൻ്റ് ആണ്. ഇതിൽ ആൻസി സാറയാണ് നമ്മളുടെ കൂടെ പഠിച്ചത്. ബി എഡിന് നമ്മൾ ഒരുമിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ആൻസീനെ കുറച്ച് നാൾ മുമ്പേ അറിയാം. ആൻസി ഞാനും കൂടെ തിരുവല്ല മർത്തമ്മ കോളേജിൽ ഒരാഴ്ചത്തെ പി ജിയുടെ ബന്ധമുണ്ട്. ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്ത് മർത്തമ്മ കോളേജിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് എം സി സിയിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബി എഡിന് കണ്ടുപിട്ടി. ബി എഡിന് കണ്ടുപിട്ടി കഴിഞ്ഞാണ് ഉടനെ നമ്മൾ പിന്നെ ചങ്കും കരളുമായിരുന്നു. ഒരൊറ്റ ഓപ്ഷനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബാക്സ് ആയിരുന്നു. അങ്ങനെ നല്ല നല്ല കുറച്ച് ഓർമ്മകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇത് റിസപ്ഷൻ പരിപാടികളായിരുന്നു, എൻഗേജ്മെൻറ്റ് പരിപാടികളായിരുന്നു. പക്ഷേ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിരുന്നു. അവർ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് നമ്മൾ ചെന്നത്. എന്തായാലും എല്ലാവരും പോകുന്നതിന് മുമ്പ് നമുക്ക് എത്തിപ്പെടാൻ പറ്റി. സത്യത്തിൽ നമ്മൾ വഴിതെറ്റി ആദ്യം പള്ളിയിൽ പോയി. പള്ളിയിൽ പോയപ്പോഴാണ് അത് ഓഡിറ്റോറിയം ആണല്ലോ എന്ന് ഓർത്ത് പിന്നെ വീണ്ടും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമ്മൾ എത്തിപ്പിടിച്ച് വന്നപ്പോഴത്തേക്ക് എന്തായാലും എല്ലാവരും പോയില്ല. എന്തായാലും കല്യാണം തീരുന്നതിന് മുമ്പ്, പക്ഷേ ഉറപ്പ് തീരുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്.